ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്. നമ്മളെല്ലാവരും മസാല ദോശ വെച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാവരും നമ്മുടെ ഒരു നാടൻ വിഭവമാണ്. അപ്പോൾ ഈ മസാല ദോശയിൽ തന്നെ കുറച്ചൊരു ന്യൂ ജനറേഷൻ വെറൈറ്റി ചിക്കൻ മസാല ദോശ, അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ചിക്കൻ മസാല ദോശയുടെ മസാലയാണ് നമുക്ക് ആദ്യം റെഡിയാക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ചിക്കനൊന്ന് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റോളൊന്ന് വേവിച്ചെടുത്താൽ മതി. ജസ്റ്റ് നമുക്ക് അതിൻ്റെ എല്ലൊക്കെ ഒന്ന് സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ബോൺലെസ് ആയിട്ടുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളയണം. അതിലത്തെ ചിക്കൻ വേവിച്ച് സ്റ്റോക്ക് ഊറ്റി മാറ്റി വെച്ചിട്ട് അതൊന്ന് തണുത്തിട്ട് നമുക്കതൊന്ന് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലയുടെ പാകത്തിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ എല്ലൊക്കെ മാറ്റിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വേവിച്ച് വെച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ എല്ല് മാറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ കാണുന്ന പോലെ ഒരു കത്തി കൊണ്ട് ഒരു ചെറിയ കഷ്ണം അതായത് നമ്മുടെ മസാലയുടെ പാകത്തിന് ഉള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വേവിച്ച് വെച്ച ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. ഒരു കട്ടിംഗ് ബോർഡിൽ എല്ല് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് ചെറിയ പീസായിട്ട് അതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പീസായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്കിതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചത്, ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഒരു 2 സ്പൂൺ മസാലപ്പൊടി. ഇത് മസാല കൂട്ട് വാങ്ങിച്ചതാണ്. പാക്കറ്റ് വാങ്ങിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കൂട്ട് വാങ്ങിച്ച് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അവർക്കിപ്പോൾ ടേസ്റ്റ് മസാലക്കൂട്ട്. ഒരു 2-3 സ്പൂൺ മല്ലിപ്പൊടി, ഒരു അരക്കപ്പ് തൈര്, അതിൻ്റെ അകത്തേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി അരച്ചെടുത്തതാണ്. 2 പച്ചമുളകും മല്ലിയില പുതിനയിലെല്ലാം കൂടി അരച്ചെടുത്തൊരു അരക്കപ്പ് തൈര്, ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഉള്ളൊരു പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ വേവിച്ച് വെച്ച വെള്ളം സ്റ്റോക്ക്, ഒരു 3 സവോള അരിഞ്ഞെടുത്തത്, കുറച്ച് മല്ലിയില പുതിനയില. നമ്മൾ ഓൾറെഡി ഞാൻ ആദ്യം കാണിച്ചിരുന്നു വേവിച്ച് വെച്ച നമ്മുടെ ചിക്കൻ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അതിന് നമ്മൾ ഗ്യാസ് കത്തിക്കാം. പാൻ വെക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സവോള, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവോള, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച 3 സവോള. അപ്പോൾ നമ്മുടെ സവാള ഏതാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട, കാരണം ജസ്റ്റ് ഒന്ന് വഴന്നിട്ട് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ നമ്മൾ മിക്സിയിൽ അരച്ച പേസ്റ്റാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. ഞാൻ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഇല്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയാണ്. മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മസാല കൂട്ട് വാങ്ങിച്ചത്, കറുവപ്പട്ട ഗ്രാമ്പ് വലിയ ജീരകമുള്ള മസാലക്കൂട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. അതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒരു കാരണവശാലും നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നിടത്ത് ഇടാതിരിക്കുക, കാരണം നമ്മുടെ അതിന് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് മസാലക്കൂട്ട് നമ്മൾ അപ്പം തന്നെ പൊടിച്ചെടുത്തെടുത്താണ്. ഒരു 2 സ്പൂൺ
കുരുമുളക് പൊടി. മസാലയൊക്കെ ഏകദേശം ആഡ് ചെയ്തിട്ട് മസാല ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ്റെ വെള്ളം സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. മൊത്തം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഇപ്പം സ്റ്റോക്കും ആ സവോളയും കൂടി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് തൈരും പുതിനയിലയും മല്ലിയിലയും കരച്ച് വെച്ച് ചേർക്കാം. തീ കുറച്ച് കൂട്ടി വെക്കണം, തിള തന്നെ. പുതിനയും എല്ലാം കൂടി ഇട്ട് സംഭവം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ബാക്കി വെച്ച സ്റ്റോക്ക് എടുത്ത് ചേർത്ത് വെക്കണം. ചിക്കൻ മസാല ദോശയുടെ മസാല നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്, നല്ല മസാല പരുവായി നല്ല കിടിലൻ പരുവായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല സ്പൈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പൊടിച്ചെടുത്ത കുറച്ച് കുരുമുളക് വാങ്ങിച്ച് പൊടിച്ചെടുത്താണ്. എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും വാങ്ങിച്ച് നമ്മൾ ലൈവായിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചെടുത്ത കുരുമുളക് നമ്മൾ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ വാങ്ങിച്ച് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി ഒരു തുള്ളി പോലും ചേർത്തിട്ടില്ല. കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവ് മാത്രമേ ഇതുള്ളൂ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തടിയൻ ടേസ്റ്റ് ചെയ്യാൻ പോയാണ്. മോന്ത കാണട്ടെ. ആ ഓക്കെ.
അപ്പോൾ നമ്മുടെ അപ്പുകുൻ്റെ സ്പെഷ്യൽ ചിക്കൻ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി അത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് വീഡിയോ വിജയിപ്പിക്കണം. അപ്പോൾ വീണ്ടും കാണാം.